ഹായ് ഫ്രണ്ട്സ്, 3 സ്റ്റാർ ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്നെൻ്റെ ചേച്ചിയുടെ വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങാണിത്. അപ്പോൾ ചേച്ചിയും ചേട്ടനും മോളുമാണ് നിൽക്കുന്നത്. ഇതെൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ചേച്ചിയുടെ വീട്. അത്ര ഗ്രാൻഡായിട്ടുള്ളൊരു ഫംഗ്ഷനൊന്നുമല്ല, അത്യാവശ്യം കുറച്ച് റിലേറ്റീവ്സ് മാത്രമുള്ള ചെറിയൊരു ഫംഗ്ഷനായിരുന്നു. അപ്പോൾ അച്ഛൻ തീനാളം ആ ചുവട്ടിലേക്ക് പകർന്നു കൊടുക്കുകയാണ്. ചേച്ചി അത് അടുപ്പിലോട്ട് വെച്ചു. അങ്ങനെ അവരുടെ ഒരു സന്തോഷ നിമിഷമാണിത്. അവരുടെ മൂന്നാളുടെയും, ചേച്ചിയുടെയും ചേട്ടൻ്റെയും മോടെയൊക്കെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പും അതിനൊരു ഫലം കണ്ട ദിവസമാണിന്നും. നല്ലൊരു സന്തോഷ ദിവസമായിരുന്നു കേട്ടോ ഇന്നും. ഇതിനിടയിൽ എൻ്റെ മക്കൾ പയ്യെ പുറത്തേക്കൊക്കെ ഒന്ന് ചാടാൻ നോക്കി. ഞാൻ അവിടെ നിന്ന് പയ്യെ പിടിച്ചകത്താക്കിയിട്ടുണ്ട്. അപ്പം കസിൻസിൻ്റെ മക്കളും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഒരുവിധം മക്കളുമായിട്ടൊക്കെ കളിച്ച് നടന്നുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇന്നത്തെ ദിവസം കടന്നുപോയി. എൻ്റെ ലച്ചുവേട്ടനാണ് ഈ നിൽക്കുന്നത്. തുമ്പിമോൾ ഓടിപ്പോകുന്നു. ഇടയ്ക്ക് തുമ്പിമോൾ അപ്പാപ്പൻ്റെ പിന്നാലെ ഓടുന്നുണ്ട്, എടുപ്പിക്കാനുള്ള പരിപാടിയിലാണ്. പിന്നെ അവിടെ ഒരു പണി തീരാത്ത ബാത്റൂം ഉണ്ടായിരുന്നു. മൂന്നാളും പിന്നെ അതിൽ കയറി കളിയായി. അങ്ങനെ കളിച്ചൊക്കെ വന്നപ്പോഴത്തേക്ക് മൂന്നാൾക്കും ചെറിയ വിശപ്പൊക്കെയായി. അങ്ങനെ മൂന്നാൾക്കും ഞാൻ ഫുഡ് കൊടുത്തു. ഇതെൻ്റെ കസിനാണ് കണ്ണമ്മോനെ എടുത്തേക്കുന്നത്. അങ്ങനെ എന്തായാലും വലിയ പാടില്ലാതെ എനിക്ക് ആ ഫുഡ് കൊടുക്കാൻ പറ്റി. സാധാരണ ഇവർക്ക് ഫുഡ് കൊടുക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ടാസ്ക്. ഞാനും ചേച്ചിയും കഷ്ടപ്പെടുന്നു അതിന് വേണ്ടിയിട്ടാണ്. കുറേ കൊണ്ട് നടക്കണം, എന്നാലാണ് ഇവരൊന്ന് ഫുഡ് കഴിക്കുക. ഇന്ന് പിന്നെ എല്ലാവരും ഉള്ളതുകൊണ്ടും കസിൻസിൻ്റെ മക്കളുള്ളതുകൊണ്ടും ഇവരങ്ങനെ ഒരുവിധം ആ ഫുഡ് കഴിച്ചു. കണ്ണമ്മോനാണ് കൂടുതൽ ഇവരുടെ കൂടെയൊക്കെ കളിച്ച് നടന്നത്. അവനിങ്ങനെ കളിക്കാൻ ആരെങ്കിലും കിട്ടി അവൻ അങ്ങനെ കളിച്ചങ്ങ് നടന്നോളും. ലച്ചുവും തുമ്പിയും അവരുമായിട്ടൊക്കെ കളിക്കുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ എൻ്റെയും ചേച്ചിയുടെയും ഡ്രസ്സിൽ തൂങ്ങാൻ തുടങ്ങും. ഇപ്പോൾ രണ്ടാളും എൻ്റെ ഡ്രസ്സിൽ തൂങ്ങി നിൽക്കുവാണ്. അതിനിടയിൽ ഞാൻ കഴിക്കാൻ കൊടുക്കുന്നുണ്ട്. ഡ്രസ്സിലിങ്ങനെ വലിച്ച് നിൽക്കത്തേ ഉള്ളൂ. കുറച്ച് നേരമൊക്കെ കളിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ രണ്ടുപേരും നമ്മുടെ അടുത്തങ്ങ് കൂടിക്കോളും. അങ്ങനെ എല്ലാവരും കൂടിയിരുന്ന് കളിക്കുകയാണ്. ഇവർ എല്ലായിടവും ഓടി നടക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഇവരെയും കൂട്ടി പയ്യെ ഒരു റൂമിൽ കയറി. എന്നിട്ട് കസിൻസിൻ്റെ മക്കളെയും കൂട്ടി അവിടെ ഇരുത്തി. അതാകുമ്പോൾ അങ്ങനെ കുറച്ച് നേരം ഇരിക്കുമല്ലോ. അല്ലെങ്കിൽ എല്ലായിടവും ഓടി നടക്കും. അവരുടെ പിന്നാലെ ഓടി ഞാനും എൻ്റെ ചേച്ചിയും മടുക്കും. അങ്ങനെ അവരുമായിട്ടൊക്കെ കൂടിയിരുന്നു. അവർ ഉമ്മയൊക്കെ ചോദിക്കുമ്പോൾ കൊടുക്കുന്നുണ്ട്. ആദ്യമൊക്കെ കൊടുക്കാൻ വലിയ മടിയായിരുന്നു. പിന്നെ അവരുമായിട്ടൊക്കെ കൂട്ടായി. അവർ ചോദിച്ചൊക്കെ തുടങ്ങിയപ്പോൾ കൊടുത്തൊക്കെ തുടങ്ങി. കണ്ണമ്മോൻ്റെ കളി ഇതുവരെയും കഴിഞ്ഞില്ല. അവരുമായിട്ടൊക്കെ ഓടി നടന്ന് ആന കളിച്ചും ഒക്കെ നടക്കുകയാണ്. ഇതെൻ്റെ കസിൻ്റെ മോളാണ് അന്നക്കുട്ടി. അവളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കണ്ണമ്മോൻ ഉപദ്രവിക്കുന്നതാണ് ജോലി. അവിടെ മാലയും അവൾ മുടി കെട്ടി വന്നാൽ അത് മുടിയൊക്കെ വലിച്ചഴിക്കുക, അതൊക്കെ തന്നെയാണ് അവൻ്റെ പണി. അങ്ങനെ കളിച്ച് വന്നപ്പോഴത്തേക്ക് ലച്ചുവിനും തുമ്പിക്കും ഒരുവിധം വാശിയൊക്കെ ആയി തുടങ്ങി. അങ്ങനെ കണ്ണമ്മോ ഇപ്പോഴും അവൻ്റെ കളി കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അവരുടെ കൂടെ കറങ്ങി നടക്കുകയാണ്. ഉച്ചയായപ്പോഴത്തേക്ക് പിന്നെ ഫുഡ് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ തൊട്ടപ്പുറത്തേക്ക് JCBയുടെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മൂന്നാളെയും കൂട്ടി ജനാലിൻ്റെ അടുത്ത് കയറ്റി നിർത്തി ഫുഡ് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അങ്ങോട്ടത് വിജയിച്ചില്ല. ഞാൻ കരുതി ആ JCB നോക്കി നിൽക്കുമ്പോൾ അത്യാവശ്യം കഴിക്കുമായിരിക്കും, അധികം കൊണ്ട് നടക്കണ്ടല്ലോ എന്ന് കരുതി. പക്ഷെ അത് ഏറ്റില്ല. അവരത് കണ്ടിട്ടും അങ്ങനെ ഫുഡ് കഴിച്ചില്ല. എൻ്റെ ചേച്ചിയും 2 കസിൻസുമാണ് മക്കളെ ആ ജനാലിൻ്റെ അടുത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഞാനാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഫുഡ് കൊടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ അതങ്ങോട്ട് ഏറ്റില്ല. JCB കണ്ടിട്ട് അവർ കഴിച്ചില്ല. അവർ ഞങ്ങളെ പറ്റിച്ചു. അങ്ങനെ വായിൽ വെച്ച് കൊടുക്കുക, കൈ തട്ടി മാറ്റുക, അല്ലെങ്കിൽ തുപ്പിയിടുക, അതൊക്കെ തന്നെയായിരുന്നു മൂന്നാളുടെയും പരിപാടി. അങ്ങനെ കുറച്ച് നേരം അവിടെ നിർത്തി കഴിപ്പിക്കാൻ ശ്രമിച്ചിട്ട് നടക്കാഞ്ഞ് പിന്നെ മൂന്നാളെയും കൂട്ടി ഞങ്ങൾ പോയി പുറത്തോട്ടിറങ്ങി. പുറത്തവിടെ വഴിയിൽ നിന്ന് ഫുഡ് കൊടുക്കാമെന്ന് കരുതി. അവിടെ ഒരുപാട് വാഹനമൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണിച്ച് പയ്യെ കൊടുക്കാമെന്ന് കരുതി. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ അവരങ്ങ് വഴക്കായി. കണ്ണമ്മോൻ അവൻ്റെ കാലിൽ കിടന്ന ചെരുപ്പ് ലച്ചുമോക്ക് ഇടാൻ കൊടുത്തിട്ട് അവളുടെ ചെരുപ്പ് വാങ്ങിച്ചിട്ടു. എന്നിട്ട് അത് ഒറ്റക്കാലയിലേ ഇട്ടുള്ളൂ. ഒറ്റക്കാലം അവിടെ കളഞ്ഞിട്ട് പോയിരുന്നു. പിന്നെ കൊടുത്തു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവനത് തിരിച്ച് വേണം. അങ്ങനെ അതിന് ലച്ചൂട്ടിയായിട്ട് കിടന്ന് വഴക്കിടുക. ലച്ചൂട്ടിയുടെ ചോദിച്ചിട്ടാണെങ്കിൽ ലച്ചൂട്ടി കൊടുക്കാത്തുമില്ല. ലച്ചുമോളോട് അത് കൊടുക്കാൻ പറഞ്ഞിട്ടാണെങ്കിൽ അവൾക്കാണെങ്കിൽ വാശി. അവളത് തിരിച്ച് കൊടുക്കാതിരിക്കുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ടും അതിനിടയിൽ എങ്ങനെയൊക്കെയോ ഞാൻ ആ ഫുഡ് കൊടുത്തു. വഴക്കിടുവാണെങ്കിലും ഞാൻ പുറത്തിറങ്ങിയതിന് ശേഷം കൊടുക്കുന്നവർക്ക് അത്യാവശ്യം കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കസിനും കൂടെ നടന്നു വന്നു. അങ്ങനെ അവളും ചെരുപ്പൊക്കെ തിരിച്ചൂരി വാങ്ങിച്ചുമൊക്കെ കൊടുത്തു. എങ്ങനെയെങ്കിലും മൂന്നാളെ കഴിപ്പിച്ചു. അപ്പോൾ എൻ്റെ കുട്ടിമണീസിന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.